വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? അഭിലാഷ്. സ്ഥലം എവിടെ? കോഴിക്കോട്. കോഴിക്കോട് എന്ന് പറയുക എങ്ങ്? അനുഷ. റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് ഇവിടെ. ചേച്ചി ഇവിടെ ഉള്ളതാ? അല്ല, ഞങ്ങളൊക്കെ കോഴിക്കോട് തന്നെയാണ്. അച്ഛൻ ഇവിടെ ആയിരുന്നു. അങ്ങനെ വന്നതല്ലേ? അദ്യക്ക് പേര് അശ്വതി. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പേര് നമ്മൾ പരിചയപ്പെട്ടു. പതിയെ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇൻചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. 10 കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട, ക്ലൂസൊക്കെ തരും. അറിയാനുള്ള ആൻസർ അതുപോലെ പറഞ്ഞാൽ മതി, മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. കൂടുതൽ ആരാണ് പറയുന്നത് അവർക്കേ സമ്മാനമുള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ചേട്ടൻ എന്തൊരു വിഷമം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊട്ടുകൂട്ടാം എന്ന സദ്യക്ക് വിളമ്പാറില്ല, എന്താണ്? തൊട്ട് കൂട്ടാൻ പറ്റും, പക്ഷെ കാൽക്കുലേറ്റർ കറക്റ്റ് ആൻസറാണ്. നല്ല ക്ലാപ്പ് കൊടുക്കും. ഇതൊക്കെ ആരാ? അനിയത്തി മക്കള്. 3 പേരുണ്ടല്ലേ? കണ്ടാ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല, എന്താണ്? നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറേ ഇല്ല, എന്താണ്? നമുക്കെല്ലാവർക്കും ഉണ്ട്. സൂര്യൻ്റെ വരവും പോക്കും ഒക്കെ അനുസരിച്ച് വലുതായും ചെറുതായൊക്കെ വരുള്ളൂ. നിഴൽ കറക്റ്റ് ആൻസറാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുറകോട്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, ഏതെന്നറിയാമോ? പുറകോട്ട് നടന്ന് ചെയ്യുന്ന ഒരു ജോലി. കയറ് പിടിക്കലും. ഓക്കെ, ചേച്ചി എന്താ പറയുക? തുടയ്ക്കുന്നത്. ഓ, ഇതൊക്കെ എന്തുവാടെ നല്ല ആൻസറുകൾ. ഞാറ് നടൽ അങ്ങനെയുള്ള ഇല്ലേ? കയറ് പിടിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? തുടയ്ക്കുന്നത് അങ്ങനെയാണ്. പുറകോട്ട് ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആൻസറാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ ചേട്ടനാണല്ലേ? അപ്പോൾ ചേട്ടന് 1 പോയിന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുന്നിൽ വാലുള്ള ജീവി ഏതാണ്? മുന്നിൽ വാലുള്ള ജീവി ഏതാണ്? GMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ആശ്രയ സമ്മാന പെരുമഴയുടെ മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 1ാം സമ്മാനം തെരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 3 സെന്റ് വീതം. 2ാം സമ്മാനം തെരഞ്ഞെടുക്കുന്ന 2 പേർക്ക് 2 ആൻഡ്രോയിഡ് മൊബൈലുകളും. മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ 5 പേർക്ക് 3 സെന്റ് വീതം നൽകും എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് 400 മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത്. തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണിത്. ഈ 1ാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 സെന്റ് വെച്ച് 5 പേർക്ക് ഞങ്ങൾ ഓരോ മാസവും 50 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി ഡിസംബർ 30-ാം തീയതി വരെ ഏകദേശം 5 മാസമുണ്ട്. 5 മാസമാകുമ്പോൾ 250 പേരെയാണ് ഞങ്ങൾ ഈ ഒരു 3 സെന്റ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ 250 പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ 5 പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നു. 1ാം സമ്മാനമായി 10 പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ്. അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റ് 9 ടോക്കണുകൾക്കും 9 വീടുകളുമാണ് കാത്തിരിക്കുന്നത്.
സമ്മാനം 13 പേർക്ക്. അതിൽ ഒരാൾക്ക് 10 സെന്റ് വീതവും ബാക്കി 12 പേർക്ക് 5 സെന്റ് വീതവും. ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് 3ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 4ാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഡിയോ സ്കൂട്ടർ. 5ാം സമ്മാനമായി 25 പേർക്ക് 1 ഗ്രാം ഗോൾഡ് കോയിൻ തുടങ്ങിയ ഹോം അപ്ലയൻസസ്. തീർന്നില്ല. ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് 3 സെന്റ് ഉണ്ട് സമ്മാനമായിട്ട്. അതുകൊണ്ട് VMTV ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക. ഒപ്പം ഫേസ്ബുക്ക് പേജും. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഇത് VMTV ന്യൂസിന്റെ വാക്കാണ്. തോറുമുള്ള നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത്, കൂപ്പണിലും മാറ്റമുണ്ട്. ഇനി മുതൽ മെഗാ നറുക്കെടുപ്പ് വരെ 1000 രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ ലഭിക്കുകയുള്ളൂ. 1000 രൂപയ്ക്ക് കൂപ്പൺ 5 ടോക്കനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാരും ടോക്കൺ എടുക്കല്ലേ? 1000 രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും 1000 രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ടോക്കൺ എടുക്കല്ലേ? മുന്നിൽ വാലുള്ള ജീവി. ഇതിന്റെ മുന്നിൽ വാലുണ്ട്. ആദ്യം വാല് ഉണ്ടെന്ന് പറയാം, പിന്നീട് എൻ്റെ പേര് മാറും വലുതാവുമ്പോൾ. വലുതാകുമ്പോൾ വാലൊന്നും കാണത്തില്ല. എന്താ കറക്റ്റ് വാൽമാക്രിയാണ്. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യൻ താമസിക്കുന്ന വനം ഏതാണ്? മനുഷ്യൻ താമസിക്കുന്ന വനം. നമ്മളെല്ലാവരും ആ വനത്തിലാണ് താമസിക്കുന്നത്. വീട്, അതിന് വേറൊരു പേരുണ്ട്, പറയാമോ? മനുഷ്യൻ താമസിക്കുന്ന വനം. വനം. കറക്റ്റ് ആൻസർ പറയൂ. വൃന്ദാവനം. അത് കൃഷ്ണനല്ലേ? വനം ആൻസർ വരും. ഒരൊറ്റ അക്ഷരവും കൂടി ഫ്രണ്ടിൽ ചേർത്താൽ മതി. വീടിന്റെ മറ്റൊരു പദം പറയൂ. ഗ്രഹമല്ല. ഗ്രഹമൊക്കെ കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ വനം മുന്നിൽ ചേർത്തിയാൽ മതി. മനുഷ്യൻ താമസിക്കുന്ന വനം അല്ല. അറിയത്തില്ല. ടൈം ഔട്ടായി. ഭവനം. ചേച്ചി പൊങ്ങി പൊങ്ങി അങ്ങ് വരെ എത്തി. ആലോചിച്ച് ലാസ്റ്റ് ആനന്ദർ പറഞ്ഞപ്പോ ഇങ്ങ് താഴെ ഓർത്തോർത്ത് അങ്ങ് എത്തി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 അക്ഷരങ്ങൾക്കിടയിൽ ഒരു മൈലുള്ള ഇംഗ്ലീഷ് വാക്ക് ഏത്? മൈൽ. 2 അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ ഒരു അക്ഷരമാണ്. ഒരേപോലത്തെ 2 അക്ഷരങ്ങളാണ്. ഇപ്പം എം എങ്കിൽ 2 സൈഡിലും എം വരും, എൽ എങ്കിൽ 2 സൈഡിലും എൽ വരും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൈൽ കാണും. എന്താണ്? 2 അക്ഷരങ്ങൾക്കിടയിൽ ഒരു മൈൽ വരുന്ന, നമ്മളൊക്കെ ഈ ഒരു സംഭവം ചെയ്യാറുണ്ട്. ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ഈ സംഭവം മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. സ്മൈൽസ് കറക്റ്റാണ്. അപ്പോൾ ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആൻസറായി. പാട്ട് പാടോ നിങ്ങൾ? പാട്ട് പാടോ? ആ, പാടിക്കോ. നല്ല പാട്ടുകാരനാ. ഇവൻ നല്ല പാട്ടുകാരനാ. പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. നാടിനുള്ള മകനെ മകനെ മുത്തായവേ, ഇന്നും സൂര്യനും ചന്ദ്രനും മുന്നായവന്, കാലും കാത്തു വെച്ചാലശകനെ ചുമ്മാകറാന് അന്നറിനായി വന്നവനെ. വനമേ മാറിപ്പോയി എണ്ണം വന്നാൽ മുന്നിട്ടുന്നില്ല. ഇനി തുളസിക്ക് വായും രാജാവുണ്ട് എല്ലാരും സുള്ള. ഇവനെ തൊടുവാതാലും നിന്നില്ല നിരക്ക്. കാലം മൾക്ക് വെച്ചാ സ്വർക്കുമ്പോൾ തന്നറുകളുടെ എല്ലും പിനാത്തി അണ്ണൻ സന്മാരെ കുനും പിനാക്കി എല്ലും പിനാത്തി. കഴിഞ്ഞോ? അടിപൊളി. അപ്പം നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. 2 കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് പാടി. ആദ്യം പറഞ്ഞ അവനറിയാന്ന് പാടാൻ. പാരൊക്കെ ഉണ്ടല്ലേ വീട്ടിലെങ്ങനെയാണല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ഏതാണ്? സെഡ്. ഇംഗ്ലീഷിലെ എച്ച്. കറക്റ്റ് ആൻസർ. ഓക്കെ. ഇംഗ്ലീഷ് ഇസഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആടിനെ പോലെ ശബ്ദിക്കുന്ന ഒരു മാസം ഉണ്ട്. ഏതാണ് ആ മാസം? ആട്
മെയ് കറക്റ്റ് ആൻസർ. ഇപ്പൊ എത്ര ആയി? 4. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. തലയിൽ കാലുള്ള ജീവി ഏതാണ്? പേൻ. പേൻ. നിങ്ങൾ 5 അല്ല 4 പോയിന്റ് ഏടി. എന്തായിരുന്നു പേര്? അശ്വതി. അശ്വതിയാണ് ഇന്നത്തെ വിജയ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അപ്പോൾ അശ്വതിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസ് റിപ്പോർട്ടറായ റഹുലയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.